അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് കിങ്സ് ബേയിലാണ്. കിങ്സ് ബേയുടെ സ്പെഷ്യൽ ഡിഷായിട്ട് നമുക്ക് തന്നിരുന്നത് ഇറ്റാലിയൻ ഡിഷാണ്. അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇറ്റാലിയൻ ഡിഷിന്റെ പേര് almond fish with yarn of vegetables and with saffron mornay sauce. ഈ സംഭവമാണ് ഭയങ്കര സംഭവമാട്ടോ. അത് വളരെ ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫനാണ്. ഹീസ് ഫ്രം ബാംഗ്ലൂർ അല്ലേ? ഇത് വന്നിട്ട് ചീഫ് ഇന്ത്യൻ ഡിഷിന്റെ ഷെഫാണ് രാഹുൽ ഫ്രം കണ്ണൂർ. Well, Steve, now start here. What are the ingredients we go to make of this particular dish? First things I need this vegetables marinated in pesto sauce. That's a classic Italian sauce made out of basil and all kinds of pine nuts, cheese, parmesan cheese, and crushed pepper, olive oil, extra virgin olive oil, and all kinds of things. With that kinds of basic ingredients. And this is the sear fish that we are going to use today. Kingfish. Sear fish, the kingfish, and this is the almonds to coat the thing to crust the fish. And we need flour. Then the maida, then corn flour, then we need the basic white sauce, the bechamel sauce, we need chopped parsley, we need oregano, we need thyme, we need extra virgin olive oil. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മല്ലിയും അതുപോലെ തന്നെ ബദാം പരിപ്പുണ്ട്, ഗാർലിക് ഉണ്ട്, എഗ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്. നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന വെള്ളരിക്കയുടെ കുക്കുംബറിന്റെ ഒരു ഡിഫറെന്റ് അല്ലേ, ഒരു വേരിയേഷൻ ആണ് സാധനം. ഇത് സുക്കിന, അതുപോലെ തന്നെ ഗ്രീൻ അല്ലേ, ബ്രോക്കലി, കോളിഫ്ലവർ ഗ്രീൻ വന്നിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം യെല്ലോ ആൻഡ് റെഡ്, അതുപോലെ തന്നെ വന്നിട്ട് ക്യാബേജ്, ഒരു വയലറ്റ് ക്യാബേജ് വന്നിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നല്ല ഡിഷാണ്, ഇറ്റാലിയൻ ഡിഷാണ്, ഒരു സൂപ്പർ ഡിഷാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഫസ്റ്റ് this is a pumice olive oil. Okay, so I'm going to use this. First things the thing, olive oil, then goes some olive oil ഒഴിച്ചു കഴിഞ്ഞാൽ next thing is the garlic. I'm going to just take some garlic. Small. Actually, garlic use it. The most important ingredients is thing. Some vegetables ആണ്. വെജിറ്റബിൾസിൽ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, സുക്കീന, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, ഗ്രീൻ കോളിഫ്ലവർ അല്ലേ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണിത്. അത് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ആദ്യം സ്റ്റീവ് ഇതിലേക്ക് ഒഴിച്ചത് ഓയിലാണ്. ഓയിലിന് ശേഷം ഗാർലിക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര സമയം എടുക്കും? This will take 15 to 20 minutes. I'm just adding all the vegetables. Okay. I need to just saute these vegetables. Yes. I need to cook the vegetables. So I'll just take some maida. Okay. ആ സമയത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. Then I'll take some, sure. Maida and I'll take some corn flour. Okay. Just if the maida is 100 grams, the corn flour has to be only 20 grams. 20 so 1:20, that's the recipe. Then I'll just take the fish. I need some eggs also. Okay. അദ്ദേഹം മൈദയും അല്പം കോൺഫ്ലവർ കൊടുത്ത് അതിലേക്ക് ഫിഷ് ആഡ് ചെയ്യാൻ പോകും. I'm going to take an egg. Okay. Mutta. So I'm going to take an egg. This is oregano. Okay. This is thyme. Okay. And some pepper. Okay. Then I need to add some more salt on the fish. ശരി. അതിനുശേഷം അദ്ദേഹം അല്പം സോൾട്ട് ഫിഷിലേക്ക് മിക്സ് ചെയ്താണ്. And next thing I got to saute this. I got to saute the fish. Okay. So I'm using again the olive oil. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഫാറ്റിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഇല്ല, ആരോഗ്യകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽ തന്നെയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റ് വളരെ കുറവാണ്. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പം അതിൻ്റെ ഗോൾഡൻ കളറുമായി ആ ബദാമിൻ്റെ ആ ഒരു നിറവും അതുപോലെ തന്നെ ആ സോൾട്ടും പിന്നീട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഇറ്റാലിയൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർന്നപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയായിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയപ്പോൾ അത് ഗംഭീരമായിരുന്നു. നമുക്കതിലേക്ക് അദ്ദേഹം മാറ്റുന്നു. ഇത് സോസ് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ്ട് നമ്മുടെ ഈ ഇറ്റാലിയൻ ഡിഷ് അതിൻ്റെ പ്രിപ്പറേഷൻ ഫൈനൽ ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. I've made a fish stock, so I'm going to put this here. അദ്ദേഹം ഫിഷ് സ്റ്റോക്കാണ്, അതായത് നമ്മൾ ഫിഷ് ആയിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അത് ഈ ഒരു സോസിലേക്ക് അദ്ദേഹം മിക്സ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
ഏകദേശം അത് കുഴമ്പ് പരുവമായി വളരെ തിക്കുണ്ട്. അതുപോലെ തന്നെ സോൾട്ട് എല്ലാം പക്കയായിരിക്കും. എങ്കിലും ഇദ്ദേഹം ടച്ച് ചെയ്യുന്ന പോലെ ഞാൻ ഇത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞതിൻ്റെ കാരണം ഇത് അത്രയ്ക്കും വ്യത്യസ്തതയുള്ളതാണ്. അതുപോലെ തന്നെ സ്വാധീനം ലഭിച്ചിട്ടുള്ള ഡിഷുകൾ വെച്ചിട്ടും വളരെ വ്യത്യസ്തതയുണ്ട്. ഇത് ഒരു ഇറ്റാലിയൻ ഡിഷാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ എന്താ പറയുക ബദാമിൻ്റെ ടേസ്റ്റും ആ സഫ്രോണിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് കൂടെ വന്നിട്ട് ഇതൊരു സൂപ്പർ ഐറ്റമാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്നത് സ്റ്റീവനാണ്. സ്റ്റീവ്, താങ്ക്സ് ലോട്ട്. റിയലി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ആൻഡ് കിങ്സ് ബേയിൽ വരിക, ഈ ഡിഷ് നിങ്ങൾ പരീക്ഷിക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഇദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത പ്രോൺ ടൊമാറ്റോ. അതൊരു മാംഗ്ലൂർ ഐറ്റമാണ്. അത് നമുക്ക് കാണാം.